അഡൽട്ട് ലൈഫിൽ നമ്മളെ ഒരാൾ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല, നമ്മുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നില്ല എന്നൊക്കെ വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ഫീലിങ്സ് ഒന്ന് ആലോചിച്ച് നോക്കിയും അതിലെ എത്രയോ മടങ്ങായിരിക്കും അവർക്കും ഉണ്ടാവുന്ന ഫീലിങ്സ്. അതാണ് ഈ ഒരു പാരന്റിങ് വിഷയത്തിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് തന്നെ. അതുപോലെ മറ്റൊരു കാര്യമാണ്, ഡോണ്ട് കമ്പയർ യുവർ ചിൽഡ്രൻ വിത്ത് അനദർ വൺ. കമ്പയർ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നീ ബാഡ് ആണ് എന്ന് അവരുടെ മുഖത്ത് നോക്കി നീ ബാഡ് ആണെന്ന് പറയുക, അവരുടെ നെറ്റിയിൽ ലേബൽ അടിക്കുക, നിന്നെ കൊണ്ട് ഇതിനൊന്നും കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ മാക്സിമം ഡിഗ്രേഡ് ചെയ്യുന്ന പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളെപ്പോലുള്ളവർ ഫേസ് ചെയ്യുന്നില്ലെങ്കിലും മറ്റു ചിലർ അതുപോലത്തെ ഓരോ അവസ്ഥകളിലും ഫേസ് ചെയ്ത് പോകുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഡോണ്ട് കമ്പയർ യുവർ ഓൺ ചിൽഡ്രൻ വിത്ത് അനദർ വൺ. എല്ലാവരും ഒരുപോലെയല്ല ഈ ഭൂമിയിൽ ജനിക്കുന്നത്. എല്ലാവർക്കും ഒരേ ടാലന്റ് അല്ല. ശരിക്കും പറയുമ്പോൾ ചില സാഹചര്യത്തിൽ അച്ഛനമ്മമാർ സംസാരിക്കുമ്പോൾ നിങ്ങളെല്ലാം ഒരുപോലെയല്ല പഠിച്ചു വിട്ടേക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ബുദ്ധിയല്ലേ ഇരിക്കുന്നത്, പിന്നെ എന്താ നിനക്ക് പറ്റാത്തെ, അവൻ ചെയ്യുന്നത് എന്താ നിനക്ക് കഴിയാത്തെ, നിനക്ക് കഴിയുന്നത് എന്താ അവക്ക് കഴിയാത്തെ, ഇതുപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരുടെ IQ ലെവൽസ്, അല്ലെങ്കിൽ അവരുടെ എബിലിറ്റി ടു തിങ്ക്, അല്ലെങ്കിൽ അവരുടെ എബിലിറ്റി ടു പ്രൊസീഡ്, ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും ഓരോ കിഡ്സിനും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമുക്കും ഇതൊക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും, പല കാര്യങ്ങളും ഇപ്പോഴും ചെയ്യാൻ കഴിയില്ല. അതുപോലെയാണോ മറ്റു നിൽക്കുന്ന ഒരാൾക്ക്? നമുക്ക് പറ്റുന്നതായിരിക്കും അവർക്ക് പറ്റാത്തത്. സോ എല്ലാ കിഡ്സും ഡിഫറെന്റ് ആണ്, യുണീക്ക് ആണ്. അവരെ നമ്മളായിട്ട് ഡിഗ്രേഡ് ചെയ്യണ്ട. നമ്മളും ഓരോ പേരൻസ് ആണ്, അല്ലെങ്കിൽ ഇനി പേരൻസ് ആവാൻ പോകുന്നവരാണ്. നമ്മുടെ കുട്ടികളും ഇങ്ങനെ നമ്മളെ പോലത്തെ കുരുത്തക്കേടുകളുമേ അവര് കാണിക്കുകയുള്ളൂ. അവരെയും നമുക്ക് ഇതുപോലെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുവരാം. നമ്മുടെ വീട്ടുകാരെ നമ്മളെ ഇതുപോലെ നമുക്ക് ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുവരാം. അങ്ങനെയല്ലേ വേണ്ടത് ഫോർ ദ ഫ്യൂച്ചർ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സംസാരിച്ചത് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു.